കർണാടകയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ മലയാളി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 6ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. അർജുനെ കണ്ടെത്താൻ സൈന്യം ഇന്ന് ഇറങ്ങുന്നുണ്ട്. ബെലാഗാവി ക്യാമ്പിൽ നിന്നുള്ള 40 പേരടങ്ങുന്ന സൈനിക സംഘം അങ്കോലയിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. തിരച്ചിലിനെ സഹായിക്കാനായി ISRO ഉപഗ്രഹ ചിത്രങ്ങളും നൽകുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ അർജുനെ കണ്ടെത്താൻ വൈകുന്നതിൽ കോഴിക്കോട് പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. പ്രതിഷേധ പ്രകടനവുമായി നാട്ടുകാരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കോഴിക്കോട് തണ്ണീർപന്തലിലാണ് പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. സേവ് അർജുൻ എന്ന പേരിൽ രൂപീകരിച്ച സമരസമിതിയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അർജുനെ എത്രയും വേഗം കണ്ടെത്തണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുമുണ്ട്. കർണാടക ശിരൂരിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുന്റെ രക്ഷാദൗത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. സംഭവ സ്ഥലത്തേക്ക് തിരിക്കാൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി പ്രധാനമന്ത്രി തന്നെ അറിയിച്ചെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അർജുനെ കണ്ടെത്താൻ വൈകുന്നതിൽ കോഴിക്കോട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് ഈയൊരു കാര്യം പറയുന്നത്. ബെലാഗാവി ക്യാമ്പിൽ നിന്നുള്ള 40 പേരടങ്ങുന്ന സൈനിക സംഘത്തെ കാത്തിരിക്കുകയാണ് അവരും. ആ ഒരു പ്രതീക്ഷയിലാണ് കോഴിക്കോട്ട് ഉള്ള അർജുന്റെ കുടുംബവും. ഈ ഒരു പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ സൈന്യത്തെ വിളിച്ചിരുന്നതും. അതേസമയം ഇന്ന് രാവിലെ 6:30 മുതൽ തിരച്ചിൽ പുനരാരംഭിച്ചിരുന്നു. പ്രദേശത്ത് ഇടയ്ക്ക് മഴ പെയ്യുന്നതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. നിലവിൽ ഇന്ത്യൻ നാവികസേന, ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ, അഗ്നിരക്ഷാസേന, പോലീസ് എന്നിവരാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. മീറ്ററുകളോളം ഉയരത്തിലാണ് നിലവിൽ മണ്ണിടിഞ്ഞിരിക്കുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശത്ത് ഇനിയും മണ്ണിടിഞ്ഞു വീണേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിഞ്ഞു വീണ മണ്ണിന്റെ പകുതി പോലും ഇതുവരെ മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നാണ് കർണാടക സർക്കാർ പറയുന്നത്. 16-ാം തീയതിയായിരുന്നു ദേശീയപാത 66 ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. ചായക്കടയുടെയും മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്തവരുടെ വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽ അന്ന് പെട്ടത്. ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ 7 പേർ അപകടത്തിൽ. കാർവാർ കുണ്ട റൂട്ടിൽ 4 വരിപ്പാത വികസിപ്പിക്കാനുള്ള പണികൾ നടക്കുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നത്. പാതയുടെ ഒരു വശം കുന്നും മറുവശം ഗംഗാവല്ലി നദിയുമാണുള്ളത്. അപകട സമയത്ത് ഇവിടെ നിർത്തിയിട്ട ഇന്ധന ടാങ്കർ ഉൾപ്പെടെ 4 ലോറികൾ ഗംഗാവല്ലി നദിയിലേക്ക് തെറിച്ചു വീണ് ഒഴുകിയിരുന്നു. അതേസമയം രക്ഷാപ്രവർത്തനത്തിന് ഞായറാഴ്ച സൈന്യം എത്തുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DMK ശിവകുമാർ MK രാഘവൻ MPയെ അറിയിച്ചിരുന്നു. തിരച്ചിലിന് സൈന്യം ഇറങ്ങണമെന്ന് അർജുന്റെ കുടുംബവും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും നാടടങ്കം കാത്തിരിക്കുകയാണ് അർജുന്റെ തിരച്ചുവരവിനായി.